ഹലോ ഓൾ, ഇന്നൊരു ക്ലീനിങ് ഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ രാവിലെ തന്നെ എൻ്റെ കിച്ചൺ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ ക്ലീനിങ്ങിലോട്ടെത്തി. കിച്ചണും ഹോളും റൂമും എല്ലാം ആദ്യം ഞാൻ തൂത്ത് വൃത്തിയാക്കി. ആ പരിപാടി കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് തുടയ്ക്കേണ്ടത്. സോ ആ ഡ്യൂട്ടി ഞാൻ ഫസ്റ്റ് ചെയ്തു. ആദ്യമേ ഞാൻ നിതീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വരരുത്. കാരണം വെച്ചാൽ ഞാൻ ചെയ്യുന്ന പോലെ വേറൊരു ചൂലും എടുത്തിട്ട് ഞാൻ ഈ തൂത്ത് വെച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ തൂത്ത് അതെല്ലാം അവിടെ എല്ലാം ആക്കും. അങ്ങനെ ഞാൻ വഴക്കും കൊടുത്ത് എന്നും അടിയാകാറാണ് ചെയ്യാറ്. സോ ഇന്ന് ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരിപ്പായിരുന്നു. എങ്കിലും ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിന്ന് കറങ്ങുന്നതാണ് ഇഷ്ടം. ആ സമയത്ത് ടി വി ഒന്നും കാണണ്ട, ഇല്ലെങ്കിൽ എപ്പോഴും ടി വി കാണണം. അപ്പം അകത്തൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് ഈ തൂത്ത് കൂട്ടിയതെല്ലാം ഞാൻ പുറത്ത് അങ്ങ് സിറ്റൗട്ടിൽ കൂടെ അങ്ങ് വെളിയിൽ കളയാറാണ് ചെയ്യാറ്. അതിനുശേഷം പിന്നെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് പോയി. വണ്ടിയിലും അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ചയല്ല 2 ആഴ്ചയായി വണ്ടി കഴുകിയിട്ട്. സോ നല്ല ചെളി ഉണ്ടായിരുന്നു. ഡെയിലി സ്കൂളിൽ വിളിക്കാൻ പോകുന്നതും മഴയൊക്കെ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം ചെളി ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അവരെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, നിതീഷിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. പക്ഷേ ഇതിൻ്റെ ക്ലീനിങ്ങും ഫുഡ് കൊടുക്കുന്നതെല്ലാം രാവിലെ എൻ്റെ ഡ്യൂട്ടിയാണ്. രാവിലെ എണീറ്റുണ്ട് അയ്യോ ബേർഡ്സിന് ഫുഡ് കൊടുത്തില്ലല്ലോ, കൂട് ക്ലീൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഡ്യൂട്ടി ഒരു 10-15 മിനിറ്റ് ഇങ്ങോട്ടത്തേക്ക് സ്പെൻഡ് ചെയ്യും. 4 ബേർഡ്സാണ് നമുക്കുള്ളത്. അങ്ങനെ പിന്നെ സിറ്റ് ഔട്ടിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ തന്നെ നിന്നതുകൊണ്ട് അവിടെ നിന്നേ തുടച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ സിറ്റ് ഔട്ടും ഹോളും കിച്ചണും എല്ലാം തുടച്ചു. ഈ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ നടന്ന് ഞാൻ തുടച്ച സ്ഥലത്തെല്ലാം നടന്ന് ഓരോ ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു 10 പ്രാവശ്യമെങ്കിലും വരും. അങ്ങനെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഞാൻ ഒന്നും കൂടി പോയി നോക്കും, എല്ലാം ഓക്കെ ആണോ സെറ്റാണോ എന്നൊക്കെ. ഏതോ ഒരു സിനിമയിൽ പറയത്തില്ലേ ഇതായിരുന്നു ഗാന്ധിജി കണ്ട സ്വപ്നം, അതുപോലെ ഇതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം. എല്ലാം ഒന്ന് ക്ലീൻ ആയി ഓക്കെ ഞാൻ ചെയ്ത് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് എനിക്കൊന്ന് നോക്കി കൺഫേം ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.